കോഴിക്കോട് കൊടുവള്ളി നഗരസഭ LD ക്ലാർക്കിന്റെ ആത്മഹത്യയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട UDF വോട്ടർ പട്ടിക പുറത്തിറക്കിയതിന് പിന്നാലെ ക്ലാർക്ക് അനുഭവിച്ചത് വലിയ മാനസിക സമ്മർദ്ദമാണ്. സെക്രട്ടറിയുടെ ഭീഷണി ഭയന്നാണോ ആത്മഹത്യയെന്നും ഇപ്പോൾ സംശയമുണ്ട്. അന്വേഷണം നടത്താൻ വകുപ്പും സർക്കാരും ഇടപെടണമെന്ന കൊടുവള്ളി നഗരസഭാ ചെയർമാൻ വെള്ളറ അബ്ദു 24 പറഞ്ഞു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതോടുകൂടെ ആ ആരോപണം 100% ശരിയാണെന്ന് വളരെ വ്യക്തമാണ്. അദ്ദേഹം ലീവ് എടുക്കാൻ കഴിയില്ല. അത്രമാത്രം ഭാരിച്ച ജോലിയുള്ള അയാൾ 2 ദിവസം വന്നിട്ടില്ല. ഈ 2 ദിവസം വന്നിട്ടില്ല എന്ന് പറയുന്ന ദിവസം അദ്ദേഹം വീട്ടിലായിരുന്നോ വേറെ ഏതെങ്കിലും അജ്ഞാത കേന്ദ്രത്തിലായിരുന്നോ നമുക്കറിയില്ല. അദ്ദേഹത്തിന് ആത്മഹത്യയുടെ ഒരു വിഷയമില്ല. അദ്ദേഹം ഇപ്പോൾ പുതിയൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളില്ല. ഭാര്യയ്ക്ക് ജോലിയുണ്ട്, അയാൾക്ക് ജോലിയുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. YS അഭിനന്ദ് കോഴിക്കോട് നിന്ന് വിവരങ്ങളും അയച്ചിരുന്നു. പറയാം അഭിനന്ദ്, അതിന്റെ അപ്ഡേറ്റ്സ് എന്താണ് ഈ വാർത്തയുടെ? കൊടുവള്ളി നഗരസഭയിലെ വോട്ടർ പട്ടികയിലെ വ്യാപക ക്രമക്കേടിന് പിന്നാലെ മറ്റൊരു ആരോപണം കൂടി നേരത്തെ UDF ഉന്നയിച്ചിരുന്നു. അത് ആവർത്തിക്കുകയാണ് UDFന്റെ ചെയർമാനായിട്ടുള്ള നഗരസഭാ ചെയർമാനുള്ള വെള്ളറ അബ്ദു പറയുന്നത്. സമഗ്രമായ അന്വേഷണം വേണമെന്നതാണ്. ഈ കൊടുവള്ളി നഗരസഭയിലെ വ്യാപക ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട നഗരസഭാ സെക്രട്ടറിക്കെതിരെ ഒരു ഗുരുതരമായ ആരോപണം ഉണ്ടായിരുന്നു. ഈ നഗരസഭാ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയതാണോ LD ക്ലാർക്കിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ ചെയർമാൻ വ്യക്തമാക്കുന്നത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിക്ക് പരാതി ഉടൻ തന്നെ UDF നൽകും. തദ്ദേശ ഭരണ മന്ത്രിയും ഒപ്പം തന്നെ പോലീസും ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ട് എത്രയും വേഗം അതിന് പിന്നിൽ ആരാണ് എന്ന് കണ്ടെത്തണമെന്നാണ് ഇപ്പോൾ നഗരസഭ ചെയർമാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കൊടുവള്ളി നഗരസഭയെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ ഇടം പിടിക്കുകയാണ്. വോട്ടർ പട്ടികയിലെ വ്യാപക ക്രമക്കേട്, ഒപ്പം തന്നെ തിരുമറി, നഗരസഭാ സെക്രട്ടറിയെ കാണാനില്ല, കുറേയധികം ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് മറ്റൊരു കാര്യം കൂടി ഉയർന്നത്. അത് LD ക്ലാർക്കിന്റെ ആത്മഹത്യയിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ്. ഉടൻ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടണം. 18-ാം തീയതിയാണ് ആത്മഹത്യ ചെയ്യുന്നത്. 17-ാം തീയതി വരെ ഓഫീസിലെത്തിയ ആളാണ്. ആ സമയത്ത് തന്നെ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഏതെങ്കിലും ബാഹ്യ ശക്തികൾ ഇടപെട്ടിട്ടാണോ ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയത് എന്നാണ് നഗരസഭാ ചെയർമാൻ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിലൊരു ഇടപെടൽ അത് അടിയന്തരമായി ഉണ്ടാകണമെന്ന് ആവർത്തിക്കുകയാണ് UDF. നഗരസഭാ ചെയർമാൻ വെള്ളറ അബ്ദുവിന്റെ പ്രതികരണവും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.